കേരളത്തിൻ്റെ ഭൂരിഭാഗം മന്ത്രിമാരും തോൽവി നേരിടും. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരികെ വരുമെന്നുള്ളത് നേരത്തെ തന്നെ UDFും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ചതാണ്. ഇത് 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണ്. ധർമ്മടം എന്ന് പറയുന്ന CPMൻ്റെ കോട്ടയിൽ പിന്നിലേക്ക് പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. ചുവന്ന കോട്ടകളെല്ലാം ഇളകി തകർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളീയ പൊതുരോക്ഷം വലിയ രീതിയിൽ പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും നിലനിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പിണറായി വിജയൻ മാറി നമ്മളെ കേരളം കട്ടുകൊണ്ടിപ്പിച്ചു. അതിൻ്റെ ജനങ്ങൾ വികാരമാണ്. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വിസ്മയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ UDFന്റെ വിസ്മയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPMന്റെ പല മന്ത്രിമാരും LDFന്റെ മന്ത്രിമാർ കൂട്ടത്തോടെ പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും UDF കേന്ദ്രം വലിയ വിജയപ്രതീക്ഷ ആദ്യഘട്ടം മുതലേ മുന്നോട്ട് വെച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു വിസ്മയം സംഭവിക്കുമെന്ന്, അതുകൂടാതെ 100 സീറ്റ് കടക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വലിയ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് UDF ക്യാമ്പ്. അതേസമയം CPM സംസ്ഥാനത്ത് നിന്നും തുടച്ച് നീക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. അതിനുള്ള മറുപടിയായിരിക്കാം നിലവിലിപ്പോൾ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും 100-ലേക്ക് കടക്കുന്നു. ഒരുപാട് നിരവധി അണികൾ ഇന്ദിരാഭവന് മുൻപിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ CPMന്റെ മന്ത്രിമാരെല്ലാവരും തന്നെ കൂട്ടമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥ. സത്യത്തിൽ UDF തരംഗം വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുകയാണ്. ഇത് നേരത്തെ തന്നെ UDFും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നേരത്തെ തന്നെ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ഭൂരിഭാഗം മന്ത്രിമാരും തോൽവി നേരിടും. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരികെ വരുമെന്നുള്ളത് നേരത്തെ തന്നെ UDFും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഗോവിന്ദമാഷ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല എന്നാണ്. ഇപ്പോൾ കാണുന്ന എന്താണ്? കണ്ണൂരിലെ CPMന്റെ കോട്ടകൾ തന്നെ ഇളകി മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ക്യാപ്റ്റൻ, കപ്പിത്താൻ എന്നിവർ പറഞ്ഞ ആൾ പോലും ആദ്യത്തെ 6 റൗണ്ട് പിന്നിലായി പോകുന്ന അവരുടെ കോട്ടയിൽ, ധർമ്മടം എന്ന് പറയുന്ന CPMന്റെ കോട്ടയിൽ പിന്നിലേക്ക് പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. എന്തായാലും ഇതാണ് ജനങ്ങളുടെ പ്രതികരണം. വളരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിലവിൽ സംസ്ഥാനത്തുണ്ട്. അത് തന്നെയാണ് UDFനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ അണികൾ കോൺഗ്രസിൻ്റെ അണികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇത് 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണ്. അതായത് കേരളത്തിലെ ജനം ഒന്നടങ്കം ആ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ആ ദുർഭരണത്തിനെതിരെ ശക്തമായ ആ വിധി എഴുതിയ വോട്ടർമാരോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും. എന്തായാലും കോൺഗ്രസിൻ്റെ വളരെ വലിയൊരു കരുത്ത് കാട്ടൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേസമയം NDA 3 സീറ്റിലേക്ക് ഒതുങ്ങുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. അതിന് താഴേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് CPMനെതിരെ വലിയ രീതിയിലുള്ളൊരു അവരുടെ ഒരു ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിലവിലിപ്പോൾ ഈ വിജയം, ഈ റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റിലേക്ക് കടക്കുന്നു. ആ 100 സീറ്റും കടന്ന് 102 സീറ്റും കടന്ന് 105-ലേക്കോ മറ്റോ എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് UDF കേന്ദ്രങ്ങൾ ഉള്ളത്. LDF കേന്ദ്രങ്ങളിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. വലിയ ആവേശത്തിലാണ് ഉള്ളത്. എന്തായാലും LDF നിലവിലിപ്പോൾ 38-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരായിരിക്കും ഇനി UDFന്റെ മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വിശദമായി തന്നെ ഈ ഒരു വിജയാഹ്ലാദ പ്രകടനമെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതാണ്. വൈകുന്നേരത്തോടു കൂടി മാധ്യമങ്ങളെ കാണുന്നതാണ്.
എന്തായാലും വലിയ വിജയമാണ് UDF-നെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് പൂർണ്ണ പരാജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം മന്ത്രിമാർ കൂട്ടത്തോടെ തോൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ CPM-നെ സംബന്ധിച്ച് വളരെ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇല്ല എന്നാണ്. അതൊന്നും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമില്ല എന്നുള്ളതാണ്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. യാഥാർത്ഥ്യം ഇതാണ്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യക്തമായൊരു ഉദാഹരണം നമുക്ക് എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ലയിൽ, അതായത് CPM-ന്റെ ചുവന്ന കോട്ട പൂർണ്ണമായും UDF പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ UDF പൂർണ്ണമായും കേരളം തൂക്കി എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും 100 സീറ്റ് കടന്നിരിക്കുന്നു. ചെങ്കോട്ടകളെല്ലാം തന്നെ UDF നിലവിലിപ്പോൾ പിടിച്ചടക്കിയ സാഹചര്യമാണുള്ളത്. UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. വലിയ ആഘോഷ പരിപാടികൾക്കും നിലവിലിപ്പോൾ തുടക്കമിടാൻ പോവുകയാണ്. ഇന്ദിരാഭവനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുകൂടാതെ UDF-ൻ്റെ നേതാക്കൾ, നിരവധി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് ഇന്ദിരാഭവനിൽ നിലവിലിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് അവരെല്ലാം തന്നെ ഉള്ളത്. ചുവന്ന കോട്ടകളെല്ലാം ഇളകി തകർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 100 കടന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം തെരുവിൽ വലിച്ചിടുന്ന ഒരു അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7ാം റൗണ്ടിൽ പിണറായി വിജയൻ്റെ ധർമ്മടം എണ്ണുമ്പോൾ കിതച്ചു മാത്രമാണ് പിണറായി വിജയന് മുന്നേറാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കേരളീയ പൊതുരോക്ഷം വലിയ രീതിയിൽ പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും നിലനിന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഒരു മികച്ച സർക്കാർ കേരളത്തിലുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ ഭരണം, മികച്ച ഭരണം കാഴ്ചവെക്കും. ഗോവിന്ദമാഷ് പറഞ്ഞ ഇന്നലെ ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല എന്നാണ്. അല്ല, ഇത് നമുക്ക് എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അടിമുടി ഭരണവിരുദ്ധ വികാരമാണ്. മുഴുവൻ LDF-ന്റെ ആളുകളെയും കേരളത്തിൻ്റെ പൊതുസമൂഹം തിരസ്കരിച്ചു എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ അലോഷ്യസ് സേവറാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ VD സതീശൻ നിലവിലിപ്പോൾ ഇന്ദിരാഭവനിൽ നിന്നും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിജയത്തിന് പൂർണ്ണമായും ഹാർഡ് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ആ തളർച്ചയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന പൂർണ്ണമായുള്ളൊരു നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിലവിലിപ്പോൾ ഇന്ദിരാഭവനിൽ നിന്നും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. എന്തായാലും VD സതീശന് ഉറച്ച വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. ഏകദേശം 100 സീറ്റിലധികം നേടാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു സീറ്റിലേക്ക് നിലവിലിപ്പോൾ UDF എത്തിയിരിക്കുന്നു. UDF വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വളരെ വലിയ ആവേശത്തിലാണ് ജനങ്ങളെല്ലാം തന്നെ ഉള്ളത്. VD സതീശനെ അതുകൂടാതെ രമേശ് ചെന്നിത്തലയെല്ലാം തന്നെ ഇങ്ങോട്ട് അണികൾ എടുത്തു പൊക്കി കൊണ്ടുവന്നത്. എന്തായാലും CPM കോട്ടകളെല്ലാം തന്നെ UDF നിലവിൽ പിടിച്ചടക്കിയ സാഹചര്യം. ഇക്കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് സംസ്ഥാനത്തെവിടെയും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയത്തിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. VD സതീശൻ നിലവിലിപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ദിരാഭവനിൽ മറ്റു മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. കുറച്ച് നേരങ്ങൾക്ക് മുൻപാണ് കേക്ക് കട്ടിങ്ങും ലഡു വിതരണവും എല്ലാം തന്നെ നടന്നതും. വളരെ വലിയ ആവേശത്തിലാണ് അണികളെല്ലാവരും തന്നെ ഉള്ളത്. ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയായി. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഒരു അണി അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഈ ഇന്ദിരാഭവനിൽ നിന്ന് നമ്മളോട് പറഞ്ഞതാണ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകാത്തതും മറ്റ് വികാരങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് ഉള്ളത്. നമ്മുടെ സുഹൃത്ത് ഹൈദരാലി ഉൾപ്പെടെ ഇവിടെയുണ്ട്. വലിയ ആവേശത്തിലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. നമ്മൾ ഇതിനു മുമ്പ് സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നു. വൻ വിജയം, ഭയങ്കര സന്തോഷം. 100 സീറ്റ് 101 സീറ്റാണ് പിടിച്ചിരിക്കുന്നത്. കേരള ട്രെൻഡായിരിക്കുന്നത്. കേരള UDF തരംഗം തന്നെയാണ്. വൻ തരംഗം. ഈ പിണറായി വിജയൻ
മാറി നമ്മളെ കേരളം കട്ടുണിപ്പിച്ചു. അതിൻ്റെ ജന വികാരമാണ്, അതിനുള്ള തിരിച്ചടിയാണ്. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്താണ് ഹൈദരാലി എന്നൊക്കെ. ഓക്കെ, എന്തായാലും ഇതാണ് പ്രതികരണം. കട്ടുമുടിച്ച പിണറായിക്കെതിരെയുള്ള വോട്ടാണ്, ആ ഒരു വിജയമാണ് UDF നിലവിൽ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാണ് ഹൈദരാലി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.